ഹലോ എവ്രി വൺ, വെൽക്കം ടു രാജ് ടോക്സ്. ഇന്ന് എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഈ എപ്പിസോഡ് 2 എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എപ്പിസോഡ് 1 അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. പക്ഷേ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു പോകണമെങ്കിൽ ഇതൊരു 10 എപ്പിസോഡ്സ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ എപ്പിസോഡ് 1 ഡയറക്ടർ മിസ്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതിനകത്തുനിന്നൊരു 10 തമിഴ് സിനിമ, ക്ലാസിക് തമിഴ് സിനിമ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് തമിഴ് സിനിമ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പറഞ്ഞ അല്ലെങ്കിൽ പുള്ളി ചോദിച്ചു. അപ്പോൾ അതിൽ ആരും തന്നെ ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു 10 എപ്പിസോഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഡയറക്ടർ മിസ്കിന് വേണ്ടിയിട്ട് പുള്ളിയുടെ ആ ഒരു ഫിലിമിനോടുള്ള പാഷനൊക്കെ മനസ്സിലാക്കാൻ പ്ലീസ് ടു വാച്ച് എപ്പിസോഡ് 1. അപ്പോൾ ഇനി എപ്പിസോഡ് 2 മുള്ളും മലരും. മുള്ളും മലരും 1978 ഓഗസ്റ്റ് 15 ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഭയങ്കര പ്രസക്തിയുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ ആകാത്ത രജനീകാന്ത് ആയിരുന്നു ആ സമയത്ത്. ചെറിയ വില്ലൻ വേഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ക്യാരക്ടർ റോൾസ് അങ്ങനെയൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്ന രജനീകാന്തിനൊരു ചേഞ്ച് വന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം കിട്ടിയതുപോലത്തെ ഒരു നായകനെന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ് കഥകളെല്ലാം പറഞ്ഞു പോകുന്നത്. പുള്ളിയാണ് ഇതിൻ്റെ സോൾ, പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ് ഇതിൻ്റെ സോൾ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഒരു നായകൻ എന്നുള്ള രീതിയിലല്ല. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇതിനെ ഒരു കൾട്ട് ക്ലാസിക്കായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ ഇതിനെ കാണപ്പെടുന്നതെന്നും എനിക്കിപ്പോൾ തോന്നുന്നു. ഇത് ഏത് കാലഘട്ടത്തിലും ഈ സിനിമ കൊണ്ടുവന്ന് റിലീസ് ചെയ്താലും അതൊരു ഫ്രഷ് അനുഭവമാണ്. കാരണം 1978 അന്നത്തെ സാഹചര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്ന സിനിമ നമുക്ക് പെർഫോമൻസിൽ നമുക്ക് ഒരിക്കലും ഒരു ക്രിഞ്ച് അടിക്കില്ല. ഇപ്പോൾ ഇതിന് മുമ്പ് പാവമന്യപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാടെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓവർ ആക്ടിങ്, മീറ്ററിലെ ഡിഫറൻസ്, നമുക്ക് ആ കാലഘട്ടം ആണെന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് പരിഗണന കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. കാരണം ഇപ്പോൾ ഇത് റിലീസ് ചെയ്താലും നമുക്ക് ഒരു ക്രിഞ്ച് അടിക്കാതെ അല്ലെങ്കിൽ നമുക്കൊരു അയ്യോ ഇതെന്താ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഫീൽ ഇല്ലാതെ കാണാൻ പറ്റുന്ന പടമാണ്. അപ്പം സ്റ്റാറിങ് രജനീകാന്ത്. പിന്നെ എടുത്തു പറയേണ്ട പേരാണ് ശരത് ബാബു. പുള്ളി ഇതിനകത്ത് നല്ലവനായ ഒരു ഉണ്ണി, പക്ഷേ ഭയങ്കര രസമായിട്ടാണ് പുള്ളി ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതിനൊരു ക്യാരക്ടർ ആർക്കുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ആർക്ക് കംപ്ലീറ്റ് അവസാനം വരെയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ രണ്ടുപേരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാരക്ടേഴ്സിനൊരു മാറ്റവും വരുന്നില്ല. ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരാളുടെ ഈഗോ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശരത് ബാബു ഇട്ടിട്ടായിരിക്കും പോവുക. ശരത് ബാബുവിൻ്റെ ഈ പോർത്തൊഴിലെ ക്യാരക്ടർ ഓൾമോസ്റ്റ് അതുപോലെ എല്ലാവരും ഓർക്കുന്ന രീതിയിലാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് സിനിമയിൽ ഫീമെയിൽ ലീഡിലേക്ക് വരുമ്പോൾ രജനീകാന്ത് കാളി ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ പെങ്ങളായിട്ട് വരുന്ന ക്യാരക്ടറിൽ ശോഭ, ചെമ്പരത്തി ശോഭ എന്നാണെന്ന് തോന്നുന്നു പുള്ളി അറിയപ്പെട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. തമിഴിലും മലയാളത്തിലും പുള്ളിക്കാരി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് ഈ സിനിമയുടെ തന്നെ സിനിമാറ്റോഗ്രാഫറായ ബാലു മഹേന്ദ്രയെ പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നു. പിന്നെ പുള്ളിക്കാരി ഒരു സ്റ്റേജിൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. KG ജോർജ് പുള്ളിക്കാരിയുടെ ഈ സൂയിസൈഡിനെ വെച്ചിട്ട് ആസ്പദമാക്കിയിട്ട് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് പിൽക്കാലത്ത് ആ സിനിമ ചെയ്യുന്നുണ്ട്. ബാലു മഹേന്ദ്ര തന്നെ ഈ സിനിമ കണ്ടിട്ട് പറയുന്നു ഇതും ശോഭയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ KG ജോർജിൻ്റെ ആത്മകഥയിൽ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യുന്നു ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ആ സിനിമ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് KG ജോർജ് എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നുള്ളൊരാശയം പുള്ളിക്ക് വളരെ കാലമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കൂടെ വന്നൊരു സിനിമയാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോപ്പിക്കിൽ നിന്ന് പതുക്കെ ഡീവിയേറ്റ് ആയിപ്പോവും. കുഴപ്പമില്ല, ബാക്ക് ടു ടോപ്പിക്. അപ്പം കാളിയുടെ പെങ്ങളായിട്ട് പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്ന രണ്ടുപേരും അത്രയും ബ്ലെൻഡ് ചെയ്തൊരു എന്താ പറയുക, തങ്കച്ചി പാസമാണ് ഈ സിനിമയുടെ സോളെന്ന് പറയാം. ഇവർ തമ്മിലുള്ള ബന്ധം തന്നെയാണ് അത് ഹോൾ മൂവിയിൽ പറഞ്ഞു പോകുമ്പോഴും ഇതിൽ സെൽഫിഷ് ആയിട്ടുള്ള കാളിയുടെ ചില പ്രശ്നങ്ങളും എല്ലാം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ബോണ്ടിങ്, ഇവരുടെ അഭിനയം എക്സലൻ്റ് ആണ്. പിന്നെ ഒരു ക്യാരക്ടർ വരുന്നത് ജയലക്ഷ്മിയാണ് ചെയ്തിരിക്കുന്നത്. അത് രജനീകാന്തിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വ്യക്തമായിട്ട്, അതായത് ഒരു ഡയലോഗുണ്ട് സിനിമയിൽ, എനിക്കൊരു നേരം നീ തന്ന ഭക്ഷണത്തിൻ്റെ നന്ദിയുണ്ട്, അതുകൊണ്ട് നിൻ്റെ ജീവിതം ഞാൻ വിട്ടുകളയില്ല. ഇത് തമിഴിലാണ് പറയുന്നത്, പക്ഷെ ഭയങ്കര രസമാണ് അതൊക്കെ കൺവേ ചെയ്യുന്നത്. നമുക്ക് തോന്നും നമ്മളെന്താ പറയുക, ഒരാൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നമ്മൾ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മളെ വീഴുമ്പോഴോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ താങ്ങും എന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പം ആ ഒരു കറക്റ്റ് മൊമെൻറ്റിൽ ഇവർ ആ ഒരു ഡയലോഗ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്.
ആ ആ ഒരു അഭിനയമൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു തൃപ്തി വരും നമുക്ക്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. അപ്പോൾ ഈ സിനിമയുടെ ഒരു എന്താ പറയുക, കഥാപശ്ചാത്തലം ഇങ്ങനെയാണ്. രജനീകാന്തിൻ്റെ സിസ്റ്റർ, അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ്, ഇതിലേക്ക് ആദ്യം കടന്നു വരുന്നത് ജയലക്ഷ്മിയുടെ അമ്മയുടെ ക്യാരക്ടർ, പിന്നെ ആ രജനീകാന്ത് ഒരു വിഞ്ച് ഓപ്പറേറ്ററായിട്ട്, പവർ ഹൗസിൻ്റെ ഒരു വിഞ്ച് ഓപ്പറേറ്റർ. ഈ വിഞ്ച് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പളനിയിലൊക്കെ പോകുമ്പോൾ ഒരു മെഷീനിൽ നിന്ന് കേബിൾ ഇങ്ങനെ ഒരു അയൺ കേബിൾ ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഒരു ട്രോളി പോലെ ആൾക്കാരെ വലിച്ചുകൊണ്ട് മേളിലോട്ട് എത്തിക്കുക, താഴോട്ട് എത്തിക്കുക, അങ്ങനത്തെ അതിൻ്റെ ഒരു ഓപ്പറേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ കഥാപശ്ചാത്തലം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വേനലിൽ ഒരു മഴ എന്ന സിനിമ ഓർമ്മ വരും. അത് മധുവും ശ്രീവിദ്യയും ചേർന്ന് ചെയ്ത പടമാണ്. അത് ഈ ഫിലിമിൻ്റെ റീമേക്കാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഓർമ്മ വരണമെങ്കിൽ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് പാടി കുളവാക്കുന്നില്ല. 2 കൺട്രീസിലും ഈ പാട്ട് വരുന്നുണ്ട്. മറ്റേ ദിലീപ് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ. അപ്പോൾ അതാണ്. അപ്പോൾ മലയാളത്തിൽ ഈ പടം കണ്ടവർ ഞാൻ ഒരിക്കലും അതുകൊണ്ട് തമിഴ് കാണരുതെന്ന് പറയില്ല. കാരണം രജനീകാന്ത് വേറൊരു ലെവലിലാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ധനുഷിൻ്റെയൊക്കെ നോർമൽ മീറ്ററിലുള്ള അഭിനയമൊക്കെ ഓർമ്മ വന്നു രജനീകാന്ത് അത് ചെയ്യുമ്പോൾ. ഞാൻ ഈ ധനുഷിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളും പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധനുഷ് അത്രയും നാച്ചുറലായിട്ടാണ് ഏതൊരു റോളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതേ എയ്സോട് കൂടി 1978 രജനീകാന്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഓൾറെഡി മിസ്കിൻ ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ മനസ്സിലൊരു ഹൈപ്പ് ക്രിയേറ്റ് ആവുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ. നമ്മൾ ബയസ്ഡ് ആവുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഗൂഗിളിൽ ഇതിനെപ്പറ്റി വായിക്കുമ്പോഴും ഓൾറെഡി നമുക്ക് ബയസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ പുള്ളി ചെയ്തു വെച്ച പെർഫോമൻസ് എല്ലാം നമ്മൾ ഈ വർഷങ്ങളോളം കണ്ടതല്ലേ. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു സാധനം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൽ ഒട്ടും അതിശയോക്തിയില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് തലൈവർ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഥയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരത് ബാബുവിൻ്റെ എഞ്ചിനീയർ ക്യാരക്ടർ വരുന്നു. പുള്ളിയുടെ പെങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഓൾറെഡി വർക്കിൽ സസ്പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. രജനീകാന്തിൻ്റെ കൈ കട്ടായി പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആയതിനു ശേഷം പുള്ളി വന്നിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന സീനുണ്ട്. എഞ്ചിനീയർ ശരത് ബാബുവായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന സീനുണ്ട്. അതിൽ പുള്ളി പറയുന്നൊരു ഫേമസ് ഡയലോഗാണ്. അത് ഇപ്പോഴും ഒരുപാട് സിനിമകളിൽ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കെട്ട പയ്യൻ സാർ ഇന്ത കാളി, ഇന്ത 2 കാല് 2 കൈ പോണാലും ഇന്ത കാളി പൊളിച്ചിപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നതൊക്കെ തീയാണ്. പിന്നെ ഇളയരാജയുടെ മ്യൂസിക്കിൽ രാമം രാമ ആണ്ടാലും രാവണ ആണ്ടാലും എനക്കൊരു കവലയില്ലേ, നാൻ താ മനസ്സുക്ക് രാജ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടിയില്ല, പറഞ്ഞതേ ഉള്ളൂ. കാരണം എൻ്റെ പേരിൽ ഇനി കേസെങ്ങാനും വന്നു കഴിഞ്ഞാൽ എനിക്ക് കോടികളൊന്നും ഇല്ല കൊടുക്കാൻ. അപ്പം ആ പാട്ടിലെ പുള്ളിയുടെ പെർഫോമൻസ്, അതൊക്കെ പുള്ളിയുടെ സ്റ്റാറിനെ എലിവേറ്റ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പുള്ളി ഈ പടം ഒന്ന് ഹിറ്റും കൂടെ ആയത് കൊണ്ടായിരിക്കാം പിന്നെ പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പിന്നെ തുടരെ നായക കഥാപാത്രങ്ങൾ പുള്ളിക്ക് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുള്ളിയുടെയും 5 ബെസ്റ്റ് സിനിമകളിൽ രജനീകാന്ത് കൺസിഡർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടർ മഹേന്ദ്രനോട് പുള്ളിക്ക് എപ്പോഴും ഭയങ്കര കടപ്പാടുണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് പുള്ളി പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് ടു വാച്ച് ദിസ് മൂവി. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി ഇതിൻ്റെ സിനിമയുടെ കുറച്ച് പിന്നാമ്പുറ കഥകൾ ഞാൻ പറയാം. ഞാനിപ്പോൾ പറഞ്ഞ ഡയറക്ടർ മഹേന്ദ്രൻ, പുള്ളി ഓൾറെഡി ആടുപുലിയാട്ടം, തങ്കപ്പതക്കം അങ്ങനെയുള്ള സിനിമകൾക്ക് സ്ക്രീൻ പ്ലേ വിത്ത് ഡയലോഗ് എഴുതിയ വ്യക്തിയാണ്. അപ്പം അതൊരു ക്ലീഷേ സിനിമ പാറ്റേൺ ആയതുകൊണ്ട് പുള്ളിക്ക് ആക്ച്വലി മടുപ്പ് തുടങ്ങി. അപ്പോൾ പുള്ളി എന്താ പറയുക, എല്ലാ കാലഘട്ടത്തിലും ന്യൂജൻ സിനിമ വരുന്നത് പോലെ അന്ന് തീരുമാനിച്ചതാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഡയറക്ഷൻ ചെയ്യണം. അങ്ങനെ പുള്ളി വായിക്കുന്ന ഒരു നോവലാണ് മുള്ളും മലരും. ഉമാശങ്കർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. ആ നോവലിൽ ശരിക്കും പറഞ്ഞാൽ കൈ പോകുന്നത് ഒരു പുലിയുമായിട്ടുള്ള അറ്റാക്കിലാണ് ആ കൈ പോകുന്നത്. പക്ഷേ ഇതിൽ പുള്ളി കഥ മാറ്റി, പുള്ളി പകുതി പുസ്തകം വായിച്ചപ്പോൾ തന്നെ പുള്ളിയുടെ തലയിൽ ഓൾറെഡി ഒരു സ്ക്രീൻ പ്ലേ ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറേ ഉള്ളൂ പടം. വൺ ആഫ്റ്റർ ഓരോ സീനും ഹാപ്പനിങ് ആണ്. അതായത് ഒന്ന് കഴിഞ്ഞ് ഓരോന്ന് ഇങ്ങനെ ഒരു സീൻ പ്രോഗ്രഷനിലാണ് പോകുന്നത്. ഇപ്പം ആദ്യത്തെ തുടക്കം ഒരു സീനുണ്ട്. ഇവർ രണ്ടുപേരും അനാഥരാണ്, അച്ഛനും അമ്മയും മരിച്ചുപോയി. അതായത് രജനീകാന്തിൻ്റെ സിസ്റ്ററും. അപ്പോൾ ഒരു തെരുവ് കളി, എന്താ പറയുക, സർക്കസ് കളി പോലെ ഉള്ള സീനിലാണ് ഇവർ ആദ്യം കാണിക്കുന്നത്. അത്ര ഫോക്കസ്ഡ് ആയിട്ട് സ്വന്തം സിസ്റ്റർ ഇങ്ങനെ കമ്പിൻ്റെ മേളിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് താഴോട്ട് വരുന്ന സീനിൽ പുള്ളി ഓടി വന്ന് പിടിക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൻ്റെ ക്ലൈമാക്സിൽ അതുപോലെ ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം അതുപോലെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീനാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അതിലെ ഒരു ബ്രില്യൻസ്.
പുള്ളിക്ക് ഈ പണക്കാരോടുള്ളൊരു വൈരാഗ്യമുണ്ട്. അവരെ ഇൽ ട്രീറ്റ് ചെയ്യും, അവർ പാവപ്പെട്ടവരെ ഇൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് പുള്ളി പ്രതികരിക്കുന്ന ഒരു രീതി, ഇതെല്ലാം ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഒരുപോലെ വന്നു പോകും. പുള്ളിക്ക് പാവപ്പെട്ടതായുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരോടുള്ള സഹാനുഭൂതി, അവരെ എങ്ങനെ പുള്ളി എന്താ പറയുക രക്ഷിക്കാൻ നോക്കുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്, അതെല്ലാം വരും. എന്നിട്ട് പുള്ളിയുടെ ഈഗോ വർക്കാവുന്നത്, രജനീകാന്തിൻ്റെ ഈഗോ വർക്കാവുന്ന സീൻസ് എല്ലാം നല്ല രസമായിട്ടാണ് അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്കിതിനകത്ത് ഈ സ്ക്രീൻ പ്ലേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രജനീകാന്തിൻ്റെ അവിടെയൊക്കെ ഈ തമിഴ്നാട്ടിൽ പറയാം അല്ലക്കൈ, അതായത് പുറകിലിരുന്നിട്ട് നിങ്ങൾ സൂപ്പറാ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, ഒരു പലവ്യഞ്ജനക്കട നടത്തുന്ന ഒരാൾ. അപ്പോൾ അയാൾക്കൊരു അവിഹിത ബന്ധം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സൈഡ് കോമഡി ട്രാക്ക് പോലെ പണ്ട് തമിഴ് സിനിമകളിൽ വെച്ച പോലെ ഒരു സീനായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുക. അല്ല, ഈ സീനിന് വരെ ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ റെലവൻസ് ഉണ്ട്. അത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ, സിനിമ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഈ സിനിമ മേക്ക് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ മേജർ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തെടുത്തത്. ഈ ഫസ്റ്റ് ടൈം ഡയറക്ടർ ആയിരുന്നുകൊണ്ട് തന്നെ മഹേന്ദ്രനെ ഹെൽപ്പ് ചെയ്യാൻ ബാലു മഹേന്ദ്രയെ ഇവർ കൊണ്ടുവരികയാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഒരു വി ചെട്ടിയാരും വേണു ചെട്ടിയാർ, അങ്ങനെ വേണു മോഹൻ, അങ്ങനെ രണ്ടുപേരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർക്ക് ബേസിക്കലി ഇങ്ങനൊരു പടം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ പിന്നെ എങ്ങനെയൊക്കെയോ ഇവരെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനൊരു സിനിമ, അതായത് കൺവെൻഷണൽ ആയിട്ടൊരു സിനിമയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ സെറ്റിലേ വന്നിട്ടില്ല. അവസാനം ആദ്യം ഈ റോളിന് വേണ്ടിയിട്ട് സമീപിക്കുന്നത് കമലഹാസനെയാണ്. അപ്പോൾ കമലഹാസൻ വേറെ കാര്യങ്ങളായിട്ടൊക്കെ ബിസി ആയിരുന്നു. രജനീകാന്തിൻ്റെ റോൾ കമലഹാസൻ ആദ്യം കൊടുക്കാൻ നോക്കി, കമലഹാസൻ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട് കറുപ്പ് നിറമുള്ള ഒരാളെ വെച്ചിട്ട് സിനിമ എടുക്കണ്ട. അപ്പോൾ അന്നത്തെ ഇത് മനസ്സിലാക്കാമല്ലോ. അപ്പം എന്നിട്ട് പിന്നെ ഇവരെല്ലാം വീണ്ടും കൺവിൻസ് ചെയ്ത് രജനീകാന്തിനെ കൊണ്ടുവന്ന് അത് ആപ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ എന്തേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ റോള് രജനീകാന്തിന് വരുന്നു. അതിനുശേഷം പടം ഇടയ്ക്ക് വെച്ച് ഇവർ കണ്ടു നോക്കിയിട്ട്, കാരണം പടത്തിൻ്റെ വീണ്ടും ഷൂട്ട് ചെയ്യേണ്ട സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ പൈസ വേണമെന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് എനിക്കിത് ഇനി ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പൈസ മുടക്കില്ലെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസറെ കൈവലത്തി കഴിഞ്ഞപ്പോൾ സാക്ഷാൽ കമലഹാസൻ വന്നിട്ടാണ് ബാക്കി പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കുറച്ച് സീൻസേ ഉള്ളൂ അത് ഫണ്ട് ചെയ്തിട്ട് പുള്ളി കൺവിൻസ് ചെയ്ത് അങ്ങനെ ആ സംഭവങ്ങളെല്ലാം തീർക്കുന്നു. ഇവർ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് തീർത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ 1978 ഓഗസ്റ്റ് 15 പടം റിലീസാവുന്നു. ആദ്യത്തെ 2 ആഴ്ച പടത്തിന് ആൾക്കാരെ വരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ കാണുന്നു. ക്രിട്ടിക്സ് ഇത് ഏറ്റെടുക്കുന്നു. പക്ഷേ ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പടം കൂടുതൽ പബ്ലിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പടം കയറിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഡയറക്ടറും ബാലു മഹേന്ദ്രയൊക്കെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു നല്ല സിനിമയാണെങ്കിൽ ഓടും, ഇതിൻ്റെ വിധി ഇത് പോക്കാണ് എന്ന് പറഞ്ഞ് ഇതിനെ വിടുകയാണ്. ആക്ച്വലി പ്രൊഡ്യൂസേഴ്സ് അപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ക്രിട്ടിക്സ് എഴുതി ഈ പടം പിന്നെ ആൾക്കാർ കയറി 100 ഡേയ്സ് ഈ പടം ഓടി. തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് ബെസ്റ്റ് ഫിലിമിനുള്ളത് 2ഉം കിട്ടി. തമിഴ്നാട് സ്പെഷ്യൽ മെൻഷൻ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു രജനീകാന്തിന്. അങ്ങനെ രജനീകാന്തിൻ്റെ കരിയറിലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് ഈ ചിത്രം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.